ശ്രീ സമ്പത്ത, സന്ദീപ് ഉന്നയിച്ച ആരോപണത്തോട് എങ്ങനെ പ്രതികരിക്കുന്നു താങ്കൾ? ഞാൻ അത് തന്നെയാണ് ശ്രീ പീതാംബരക്കുറുപ്പിനോടും ചോദിച്ചത്. ഈ ഒരു പരസ്പര സഹകരണം ഇവിടെ പ്രത്യേകിച്ച് തിരുവനന്തപുരം കോർപ്പറേഷനിൽ ഉണ്ടായില്ലേ? അങ്ങനെ ഒരു നീക്കുപോക്ക്, ധാരണ, വോട്ട് മറിക്കൽ ഒക്കെ ഉണ്ടായില്ലേ? ആ ആരോപണം സജീവമാണ്. ഇപ്പോൾ സന്ദീപ് പറയുന്നത് സന്ദീപിൻ്റെ പക്കൽ തെളിവുണ്ട് എന്നതാണ്. 10ഓളം വാർഡുകളിൽ ഇത്തരത്തിലുള്ള അഡ്ജസ്റ്റ്മെൻറ്റ് നടന്നിട്ടുണ്ട് എന്നതിന്. അപ്പോൾ പ്രിയപ്പെട്ട അനിൽ നമ്പ്യാർ, എൻ്റെ ചങ്ങാതി ശ്രീ സന്ദീപ് ചില ആരോപണങ്ങൾ ഉന്നയിച്ചു. ആരോപണങ്ങൾ യാഥാർത്ഥ്യവുമായി ഒരു ബന്ധവും ഇല്ലാത്തതായതുകൊണ്ട് ആരോപണത്തിന് മറുപടി എന്നുള്ളതിന് പകരം വസ്തുതകൾ ഞാൻ ഇവിടെ വെളിപ്പെടുത്താൻ ആഗ്രഹിക്കുകയാണ്. ഞാൻ തിരുവനന്തപുരം നഗരസഭയിലെ ഒരു വോട്ടറാണ്. തിരുവനന്തപുരം കോർപ്പറേഷനിൽ ഞാൻ കൗൺസിലറായാണ് പൊതുപ്രവർത്തനം ആരംഭിച്ചത്. അനിൽ അറിയാവുന്നതുപോലെ പഴയ ഗവൺമെന്റ് മോഡൽ ഹൈസ്കൂളിലെയും പഴയ ഗവൺമെന്റ് ആർട്സ് കോളേജിലെ വിദ്യാർത്ഥി കൂടിയാണ്. തിരുവനന്തപുരത്ത് നെടുങ്കാട് വാർഡിൽ NDAക്ക് ലഭിച്ചത് 3626 വോട്ട്, LDF ലഭിച്ചത് 3442 വോട്ട്. സന്ദീപ് ഇവിടെ ആര് തമ്മിലുള്ള കച്ചവടം നടന്നു എന്ന് പറയുന്നത് UDF ലഭിച്ചത് 74 വോട്ട്. തിരുവനന്തപുരം കോർപ്പറേഷനിലെ ഒരു സാധാരണ ഡിവിഷനിൽ ഒരു വാർഡിൽ 6, ചിലയിടത്ത് 7 ബൂത്തുകൾ വരെ ഉള്ളത് എന്ന് വെച്ചാൽ ഏതാണ്ട് 7000ഓളം വോട്ടുകൾ ഉള്ളത്. UDF വോട്ട് 74. വലിയവള വാർഡ് UDF കിട്ടിയ വോട്ട് മാത്രം പറയുന്നതായിരിക്കുമല്ലോ നല്ലത്. ജയിച്ചത് NDA ആണ്, 229. ചാല വാർഡ് UDF കിട്ടിയ വോട്ട് 347. അനിൽ നമ്പ്യാർക്ക് കൂടി ഇത്തരം കാര്യത്തിൽ ഒരു പൊളിറ്റിക്കൽ ഹിസ്റ്ററിയുടെ ഭാഗമായി പറയാം. പഴയ ശ്രീ കാമരാജ നാടാർ അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ പ്രവർത്തനം ആരംഭിക്കുന്നതിന് മുമ്പ് ചാലക്കമ്പോളത്തിലെ ഒരു കടയിൽ സാധനങ്ങൾ പൊതിഞ്ഞു കൊടുക്കുന്ന ഒരു പയ്യനായി, അന്ന് അദ്ദേഹം മീശ മുളച്ചിട്ടില്ലാത്ത ഒരു കൗമാരപ്രായക്കാരൻ, മഹാത്മാഗാന്ധി അദ്ദേഹം കോട്ടയത്ത് വന്നപ്പോൾ വൈക്കത്ത് വരുമ്പോൾ അദ്ദേഹത്തെ കാണാനായി, പ്രസംഗം കേൾക്കാനായി, അങ്ങനെ ആ കടയിൽ നിന്ന് ചെയ്ത ജോലിയുടെ കൂലി ചോദിച്ചപ്പോൾ അടികൊടുത്ത് വിട്ടത് അദ്ദേഹം നടന്ന് പിന്നീട് ഒരു വഞ്ചിയിൽ കയറി വള്ളക്കടവിൽ നിന്ന് കോട്ടയത്തേക്ക് പോയി. പിന്നെ അവിടെ ആ പരിപാടി ആസൂത്രണം ചെയ്യാൻ വന്ന ഒരു തമിഴ്നാട്ടുകാരനായ നേതാവിനോടൊപ്പം തമിഴ്നാട്ടിൽ പോയതുമെല്ലാം ചരിത്രത്തിന്റെ ഭാഗം. ശ്രീകണ്ഠേശ്വരം വാർഡ് തിരുവനന്തപുരം NDA ആണ് വിജയിച്ചത്. UDF കിട്ടിയത് 220 എന്ന മാന്ത്രിക സംഖ്യയാണ്. പാങ്ങോട് വാർഡിൽ ജയിച്ചത് അവിടെ NDA ആണ്. LDF 2ാം സ്ഥാനത്താണ് വന്നത്. അവിടെ UDF കിട്ടിയത് 31 വോട്ടാണ്. കരിക്കകം വാർഡാണല്ലോ അവിടെ ഈ മേയറായിരുന്ന ശ്രീകുമാർ അവിടെ BJPയിൽ നിന്ന് അത് പിടിച്ചെടുക്കാൻ വേണ്ടി ഞങ്ങൾ നിർത്തിയത് തന്നെയാണ്. ഞങ്ങൾ ജയിച്ചിരുന്ന വാർഡല്ല. അവിടെ UDF ലഭിച്ചത് 595 വോട്ടാണ്. നല്ല ബന്ധുബലമുള്ള സ്ഥാനാർത്ഥി കൂടിയായിരുന്നു, എന്റെ ചങ്ങാതി കൂടിയായിരുന്നു എങ്കിലും പറയാതെ വയ്യ. PTP നഗറിൽ അവിടെ NDA ആണ് ജയിച്ചത്. NDA ജയിച്ചപ്പോൾ UDF കിട്ടിയത് 650 അല്പം കൂടി വോട്ട് മാത്രമാണ്. പാപ്പനംകോട് NDA ആണ് ജയിച്ചത്. UDF ലഭിച്ചത് 594 വോട്ട് മാത്രമാണ്. തിരുമലയിൽ NDA ആണ് ജയിച്ചത്. UDF ജയിച്ചത് 590. അപ്പൊ പറഞ്ഞു വരുന്നത് കോൺഗ്രസിന്റെ വോട്ടുകളൊക്കെ NDA സ്ഥാനാർത്ഥികൾക്ക് പോയി എന്നാണ് താങ്കൾ അല്ലേ? അല്ല, അത് അനിൽ അങ്ങനെ യു ക്യാൻ റീഡ് ബിറ്റ്വീൻ ദ ലൈൻസ് എന്നുള്ളത് പഴയ ഒരു US പ്രസിഡന്റ് പറഞ്ഞപോലെ യു ക്യാൻ റീഡ് മൈ ലിപ്സ് എന്നുള്ളതിനെ പറ്റി പറഞ്ഞ മേലാങ്കോട് വാർഡ് NDA ആണ് ജയിച്ചത്. അവിടെ UDF ലഭിച്ചത് 890 വോട്ടാണ്. നെട്ടയം അല്ല, ഈ മേലാങ്കോട് ശ്രീമതി പുഷ്പലതയെ തോൽപ്പിച്ചത് പാർട്ടിക്കാരെ തന്നെയാണെന്നും പറയുന്നുണ്ട് കേട്ടോ. സോറി നെടുങ്കാട്. അത് പാർട്ടിക്കാര് വോട്ട് ചെയ്യുമ്പോഴാണല്ലോ UDF 74 വോട്ടായി അങ്ങനെ വരുന്നത് അല്ലേ അനിലെ? 7 ബൂത്തുള്ളിടത്ത് അങ്ങനെയാണല്ലോ കണക്ക് വരുമ്പോഴേക്കും. ഞാനീ പറഞ്ഞത് ഇനി വേറൊരു കാര്യം കൂടി പറയാൻ ആഗ്രഹിക്കുകയാണ്. വ്യാപകമായിട്ട് എന്റെ പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറിയുടെ ചുമതല വഹിക്കുന്ന വിജയരാഘവൻ പറഞ്ഞത് BJPക്കെതിരായി ഞങ്ങൾക്ക് ചെയ്യാവുന്നതായിട്ടുള്ള വോട്ട് സംഭരിക്കാൻ കഴിയുന്നത് ഏതെല്ലാം വോട്ടുകൾ പോൾ ചെയ്യിപ്പിക്കാനുണ്ടോ അതെല്ലാം അത്തരത്തിൽ ചെയ്യിപ്പിക്കുക എന്നുള്ളത്. തിരുവനന്തപുരം കോർപ്പറേഷനിലെ കോൺഗ്രസും BJPയുമായി ഇത്തരത്തിലുള്ള ഒരു ധാരണ ഇപ്പോഴാണ് തുടങ്ങിയതെന്ന് അതിന് പറയാൻ പറ്റുമോ? നമ്മളെല്ലാം തിരുവനന്തപുരംകാരല്ലേ? കഴിഞ്ഞ കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പിൽ BJPക്ക് അനുകൂലമായി സ്ഥാനാർത്ഥികളെ നിർത്തിക്കൊടുത്തതുമായി ബന്ധപ്പെട്ട് DCC ഓഫീസിൽ ഉണ്ടായ അടിയും അവർ തമ്മിൽ പരസ്പരം അഭിസംബോധന ചെയ്തത് നമുക്ക് ഈ ടെലിവിഷൻ ചർച്ചയിൽ പറയാൻ പറ്റില്ല. കുറുപ്പണ്ണൻ അല്ല അന്ന് പ്രസിഡന്റ്. അവിടെ DCC പ്രസിഡന്റ് ആരായിരുന്നു എന്നുള്ളത് തിരുവനന്തപുരത്ത് നടന്ന കാര്യങ്ങളിലെല്ലാം തന്നെ ഒരു മുൻ മന്ത്രിയായ കോൺഗ്രസ് നേതാവിനുള്ള പങ്കിനെ സംബന്ധിച്ച് ഞാൻ ഇപ്പൊ പറയുന്നില്ല. ഇനി വേറൊരു കാര്യം, തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ വെബ്സൈറ്റിൽ വന്നിട്ടുള്ള ഒരു കുഴപ്പവുമായി ബന്ധപ്പെട്ട ഒരു സംഭവം ഉണ്ടായിട്ടുണ്ട്. എന്താണത്? സ്വതന്ത്രന്മാരായി ജയിച്ചിട്ടുള്ളവര്, അതേഴ്സായി ജയിച്ചിട്ടുള്ളവരെ എല്ലാം UDF പട്ടികയിലേക്ക് ഇട്ടിട്ടുണ്ട്. അങ്ങനെ UDF പട്ടികയിലേക്ക് ഇട്ടപ്പോഴത്തേക്ക് UDF വാർഡുകളുടെ എണ്ണത്തിൽ കൂടുതൽ
ഉണ്ടായിട്ടുണ്ട്. LDFന്റെ വാർഡുകളുടെ എണ്ണത്തിൽ കുറവും സംഭവിച്ചിട്ടുണ്ട്. നിങ്ങൾ ഈ കണക്കുകൾ കൃത്യമായി ഇന്നും ഇപ്പൊ പുറത്തു വന്നിട്ടില്ല. നാളെ ഒന്നുകൂടി അണിൽ കൂടി കാര്യത്തെ സംബന്ധിച്ച് ആ ഡിവിഷനുകൾ വാർഡുകളെ സംബന്ധിച്ചെടുത്താൽ ഇവിടെ കണക്ക് വരാൻ പോകുന്നത് LDFന് ഭൂരിപക്ഷം അങ്ങനെ LDFന് ഭരണസാരഥ്യത്തിലേക്ക് എത്താൻ കഴിയുന്നത് 40 മുനിസിപ്പാലിറ്റികളായിരിക്കും. UDFന് ഭരണസാരഥ്യത്തിലേക്ക് എത്താൻ കഴിയുന്നത് 35 മുനിസിപ്പാലിറ്റികളായിരിക്കും. NDAക്ക് 2 മുനിസിപ്പാലിറ്റികളായിരിക്കും. ഇതാണ് ഇവിടെ സംഭവിക്കുക. ഇനി മറ്റൊരു കാര്യം, വിമതരായി ജയിച്ച ആളുകൾ ആർക്ക് പിന്തുണ കൊടുക്കണം എന്ന അങ്ങനെ ഒരു കാര്യത്തിൽ അങ്ങനെ BJPക്കോ അല്ലെങ്കിൽ CPMനോ കോൺഗ്രസിനോ നിഷ്കർഷിക്കാനായി പറ്റും. കേരളത്തിൽ ഏത് MLA ആണ് BJPക്ക് വിലക്കടിക്കാൻ കഴിയുന്നത്? കർണാടകത്തിൽ ചെയ്തു, മണിപ്പൂരിൽ ചെയ്തു, ഗോവയിൽ ചെയ്തു. ഇവിടെ മധ്യപ്രദേശിൽ ഗവൺമെന്റ് തന്നെ അട്ടിമറിച്ചുകൊണ്ട് പുതിയ ഗവൺമെന്റ് തന്നെ അത് നിങ്ങൾ ആർക്ക് വോട്ട് ചെയ്താലും EVM വോട്ട് എങ്ങനെ തെളിഞ്ഞിരുന്നാലും ആര് അധികാരത്തിൽ വന്നിരുന്നാലും ഞങ്ങൾ ഗവൺമെന്റ് ഉണ്ടാക്കിക്കോളാം എന്നത് അവിടെ തെളിയിച്ചു. അടുത്ത രാജസ്ഥാനാണ്, അടുത്ത പരീക്ഷണശാല ഡൽഹിയോട് ചേർന്ന് കിടക്കുകയാണ്. ഇതാണല്ലോ BJP ചെയ്യുക. എന്താ കേരളത്തിൽ കഴിയുന്നില്ല? കേരളത്തിൽ LDFന്റെ നേതൃത്വത്തിലുള്ള ഒരു ഗവൺമെന്റ് ആണ്. കേരളത്തിലെ LDFിലെ MLAമാരെ വിലക്കെടുക്കാൻ കഴിയുന്നില്ല. അത്തരത്തിലുള്ള ആളുകളെ അവിടെ അങ്ങനെ കൈകാര്യം ചെയ്യാനായി പറ്റുന്നില്ല എന്നുള്ളത്. അല്ല, അങ്ങനെ ഒരു അവസ്ഥയിലേക്ക് പോയാൽ താങ്കളുടെയും അതുപോലെ കുറുപ്പുചേട്ടൻ്റെയും പാർട്ടി ശക്തിയുക്തം അതിനെ പ്രതിരോധിക്കും. അതല്ലേ നടക്കുന്നത്. BJP എവിടെങ്കിലും ജയിക്കുന്നു എന്ന് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾ ഒറ്റക്കെട്ടാവും. അതൊരു യാഥാർത്ഥ്യമല്ലേ ഡോക്ടർ സമ്പത്ത്? അതെ, ആ യാഥാർത്ഥ്യത്തിൻ്റെത് എന്തുകൊണ്ട് കേരളത്തിൽ നടക്കുന്നില്ല എന്നാണ് ഞാൻ ചോദിച്ചത്. ഇപ്പൊ ഞാൻ അനിലിനോട് സിമ്പിളായ ഒരു കാര്യം, ഞാനിപ്പോ ഈ ഒരു തണുപ്പത്ത് ഈ കുപ്പായമെല്ലാം ഇട്ടുകൊണ്ടിരിക്കുന്ന ഞാൻ അവിടെ ഈ ജനം TVയുടെ സ്റ്റുഡിയോയിൽ ഇതും ഇട്ടുകൊണ്ട് അവിടെ ഇരുന്നാൽ നിങ്ങൾ പലരും പറയില്ലേ ഇയാൾക്ക് തലയ്ക്ക് വട്ടാണോ? കേരളത്തിൻ്റെതായ ഒരു സാമൂഹ്യ മനഃശാസ്ത്രം, കേരളത്തിൻ്റെതായ ഒരു രാഷ്ട്രീയ മനസ്സുണ്ട്. കേരളത്തിന്റെ രാഷ്ട്രീയ മനസ്സ് അത് മതനിരപേക്ഷ മനസ്സാണ്. ശരിയാണ്, നമ്മളെല്ലാവരും ജനിച്ച് വളർന്നതിൽ ജാതിയും മതത്തിന്റെയും ഘടകങ്ങളും അത്തരത്തിലുള്ള ഒരുപാട് കാര്യങ്ങൾ നമ്മളെ അത് സ്വാധീനിച്ചിട്ടുണ്ട് എന്നുള്ളത് ശരിയാണ്. അത് ശരിയാണെന്ന് പറയുമ്പോഴും അതല്ല നമ്മളെ നയിക്കുന്നത്, അതല്ല നമ്മളെ നിയന്ത്രിക്കുന്നത്. നമ്മുടെ മതനിരപേക്ഷ മനസ്സിന് അത്തരത്തിലുള്ള BJP മുന്നോട്ട് വയ്ക്കുന്ന ആ രാഷ്ട്രീയ ആശയങ്ങളോട് യോജിപ്പില്ല. ഇവിടെ മറ്റൊരു കാര്യം, എവിടെയാണോ കോൺഗ്രസ് അത് നാളെ BJP തന്നെയായി മാറുകയാണ്. കേരളത്തിന് അതിന് കഴിയാതെ പോകുന്നത് LDFന്റെ സ്വാധീനവും കരുത്തും കൊണ്ട് തന്നെയാണ്. ഇവിടെ വോട്ട് മറിക്കലുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ കൃത്യമായി ഇന്നലത്തെ കോൺഗ്രസ് ഇന്നത്തെ BJP അല്ല എന്ന് സന്ദീപ് പറയട്ടെ. ഇതാണല്ലോ ഇത്തരത്തിലുള്ള കാര്യത്തെ സംബന്ധിച്ച് ഞങ്ങളാണല്ലോ ഇവിടെ വാസ്തവത്തിൽ ഫൈറ്റ് ചെയ്യുന്നത് ഇക്കാര്യത്തിൽ. ഇനി വേറൊരു കാര്യം കൂടി, ഇവിടെ ഈ പറഞ്ഞ കാര്യത്തിൽ ഇന്ന് ജീവിച്ചിരിപ്പില്ലാത്ത ഒരാളാണ് ശ്രീ കരമന മാഹി. ശ്രീ പീതാംബരക്കുറുപ്പിനെ അറിയാം, അനിലിനും അറിയാമായിരിക്കും. അദ്ദേഹം പഴയ അഖിലേന്ത്യാ ലീഗിന്റെ പ്രവർത്തകനായി വന്നു, പിന്നീട് നേതാവായി അടുത്തിടെ മരണപ്പെട്ടു. സന്ദീപിന്റെ നേതാക്കളായിട്ടുള്ള രാജഗോപാൽ സാറിനോടോ മുകുന്ദച്ചേട്ടനോടോ ചോദിച്ചു നോക്കണം. പോലീസ് മർദ്ദനം അടിയന്തരാവസ്ഥ കാലത്ത് ഏൽക്കുകയും ജയിലിൽ കഴിയുകയും ചെയ്തത്, അദ്ദേഹത്തിന്റെ മരണം അടുത്തിടെയാണെങ്കിൽ പോലും വാസ്തവത്തിൽ ആയുസ് എത്താതെ മരണപ്പെട്ടു പോയതെന്ന് ഞങ്ങൾ പറയും. എന്റെ അച്ഛനോടൊപ്പം തടവുപുള്ളിയായിരുന്നു അടിയന്തരാവസ്ഥ കാലത്ത്. ആ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിന്റെ നേതാവ് ഒരു തവണ കരമനയിൽ നിന്ന് മത്സരിച്ച് ഞങ്ങളുടെ സ്ഥാനാർത്ഥിയെ പരാജയപ്പെടുത്തി. UDFന്റെ സ്ഥാനാർത്ഥിയെ ജയിച്ചു, ഞങ്ങൾ പരാജയപ്പെട്ടു. എന്നാൽ പിന്നീട് നടന്ന തെരഞ്ഞെടുപ്പിൽ എന്താ സംഭവിച്ചത്? കോൺഗ്രസ് തന്നെ ഈ സ്ഥാനാർത്ഥി വോട്ട് മറിച്ച് അവിടെ BJPക്ക് ചെയ്തു. അതൊക്കെ ഒരു അപഭ്രംശമായോ അപറേഷനായോ സംഭവിച്ചതല്ല. ഇപ്പൊ ചിലപ്പോൾ ഏതെങ്കിലും വാർഡിൽ ഒരു സ്ഥാനാർത്ഥിയോട് വല്ലാത്ത അടുപ്പമുള്ളത് കൊണ്ട് അതിനേക്കാൾ തീവ്രമായിട്ടുള്ള വികാരമാണ് തെരഞ്ഞെടുപ്പിൽ എന്താണ് ദേഷ്യം, വൈരം, നമുക്കൊരു പ്രതികാരം ചെയ്യാനായി കിട്ടുന്ന അവസരം എന്നൊക്കെ തോന്നുമ്പോൾ മനുഷ്യനല്ല ഏത് ജീവിക്കും തോന്നുന്ന ഏറ്റവും തീവ്രമായ വികാരം എന്നത് സ്നേഹവും വാത്സല്യവും അടുപ്പത്തിനേക്കാൾ എപ്പോഴും ഉണ്ടാകുന്നത് മനസ്സിൽ പക പോലെ കൊണ്ടു നടക്കുന്നതാണ്. എപ്പോഴെങ്കിലും ഒന്ന് തിരിച്ച് ആ കാര്യത്തിൽ ഒന്ന് നോക്കിക്കാം. അങ്ങനെ സംഭവിക്കുന്നതായിട്ടുള്ള അപറേഷൻസ് പലയിടത്തും സംഭവിക്കാം. പക്ഷെ അതല്ല, ഇത് വ്യാപകമായി ഇത്തരത്തിൽ ഇവർ ചെയ്തിട്ടുള്ള ഒരു കാര്യമാണ്. നിയോജക മണ്ഡലത്തിൽ രാജഗോപാൽ സാറിന്റെ വിജയം എങ്ങനെയാണ് ഉണ്ടായത് എന്നുള്ളതിനെ സംബന്ധിച്ച് ഇനി കോൺഗ്രസുകാരായ ചങ്ങാതിമാരെ ഞാൻ തന്നെ വന്ന് പഠിപ്പിക്കേണ്ടതായിട്ടുണ്ടോ? തിരുവനന്തപുരം നഗരത്തിൽ ഇപ്പോ ഈ വിധത്തിൽ കോൺഗ്രസുകാർ പോസ്റ്റർ ഒട്ടിച്ചിട്ടുണ്ട് എങ്കിൽ കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോഴും അവരിങ്ങനെ ചെയ്തത് തന്നെയാണല്ലോ. കോൺഗ്രസിൻ്റെതായിട്ടുള്ള അവരുടെ സംഘടനാപരമായ ഇത്തരത്തിലുള്ള കാര്യങ്ങളെ സംബന്ധിച്ച് അവരാണ് വിലയിരുത്തേണ്ടത്. ഓക്കെ ശ്രീ പീതാംബരക്കുറുപ്പിനോട് തന്നെ ചോദിക്കാം. സമ്പത്ത്, വളരെ വിദഗ്ധമായും തന്ത്രപരമായിട്ടാണ് താങ്കൾ മറുപടി നൽകിയത്. എനിക്ക് ഒരു ഇടവേളയിലേക്ക് കൂടി പോകേണ്ടിയിരിക്കുന്നു, ഉടൻ തിരിച്ചെത്താം. ജനറൽ പേര് തുടരുന്നു. ശ്രീ പീതാംബരക്കുറുപ്പ്, ഞാൻ നേരത്തെ താങ്കളോട് ചോദിച്ചത് ആവർത്തിക്കുകയാണ്. തിരുവനന്തപുരത്ത് വോട്ട് കച്ചവടം നടന്നിട്ടുണ്ടോ? കോൺഗ്രസിൻ്റെ വോട്ടുകൾ CPM സ്ഥാനാർത്ഥികൾക്ക് പോയിട്ടുണ്ടോ? അങ്ങനെ ഒരു അഡ്ജസ്റ്റ്മെൻറ്റ് നടന്നിട്ടുണ്ടോ? അതുകൊണ്ടാണോ 2015 21 സീറ്റുകളുണ്ടായിരുന്ന കോൺഗ്രസ് 10 ഒതുങ്ങിയത്?
അത് വോട്ട് കച്ചവടം കൊണ്ടാണ് എന്ന് പറയുന്നത് കച്ചവടക്കാർക്ക് മാത്രമേ പറയാൻ സാധിക്കുന്ന ഒരു കാര്യമാണ്. ഈ വിഷയത്തിൽ കമ്പോളത്തിൽ പോകുന്ന ഒരാളല്ല ഞാൻ. എൻ്റെ പാർട്ടി അങ്ങനെ പോയിട്ടുള്ളതായിട്ടും എൻ്റെ അറിവിൽ ഇല്ല. അപ്പൊ നേരത്തെ സമ്പത്ത് ചൂണ്ടിക്കാണിച്ചതുപോലെ മമത കൊണ്ടായിരിക്കും, സ്നേഹം കൊണ്ടായിരിക്കും. ഒരു സത്യസന്ധമായ ഉത്തരം ഒരു സത്യസന്ധമായ ഉത്തരം പറയണമെങ്കിൽ ഇക്കാര്യത്തിൽ വേണ്ടത് വളരെ സത്യസന്ധമായ ഒരു പാർട്ടി തലത്തിലെ അന്വേഷണമാണ്. ബഹുമാനപ്പെട്ട KPCC അധ്യക്ഷനും പാർട്ടി നേതൃത്വവും ചെറുപ്പക്കാരുടെ യൂത്ത് കോൺഗ്രസ്സുകാരുടെ പരാതി മുഖവിലേക്ക് എടുത്തുകൊണ്ട് തീർച്ചയായിട്ടും അദ്ദേഹം ആ കാര്യങ്ങൾ അന്വേഷിക്കാൻ തയ്യാറാകുമെന്നാണ്. അന്വേഷണം നടന്നു, എത്രയെത്ര റിപ്പോർട്ടുകൾ കൊടുത്തു, ആ റിപ്പോർട്ടുകളിലൊന്നും നടപടിയെടുത്തില്ലല്ലോ എന്നെനിക്ക് ഉറപ്പുണ്ട്. അല്ല, ശ്രീ പീതാംബരക്കുറുപ്പ്, എത്രയെത്ര അന്വേഷണം നടന്നു, എത്രയെത്ര റിപ്പോർട്ടുകൾ കൊടുത്തു, അതിലൊന്നും നടപടിയെടുത്തില്ല. മാത്രമല്ല ഇന്ന് RSP നേതാവ് അസീസ് പറഞ്ഞത് ഇപ്പൊ സസ്പെൻഡ് ചെയ്യുമല്ലോ ചിലരെയൊക്കെ, പക്ഷെ അവരെ 6 മാസം കൊണ്ട് തിരിച്ചെടുക്കുന്നു. പിന്നെ അവരെങ്ങനെ അച്ചടക്കം അനുസരിക്കും എന്നുള്ളതാണ് ചോദിക്കുന്നത്. മിസ്റ്റർ അസീസ് ഒരു രാഷ്ട്രീയ പ്രവർത്തകനാണ്, RSPയുടെ നേതാവാണ്, ഞങ്ങളുടെ ഒരു ഘടകകക്ഷിക്കാരനാണ്. അദ്ദേഹത്തെ ഞാനിപ്പോൾ ഈ ഗോതയിലേക്ക് വലിച്ചു കയറ്റുന്നില്ല. ഞാൻ അദ്ദേഹത്തെ ഈ ഗോതയിലേക്ക് വലിച്ചു കയറ്റാൻ ഉദ്ദേശിക്കുന്നില്ല. ഞാൻ അങ്ങയുടെ മറ്റൊരു ചോദ്യത്തിന് വളരെ വിനീതമായി ഉത്തരം പറയാൻ ആഗ്രഹിക്കുകയാണ്. അതായത് കോൺഗ്രസിനല്ലേ വോട്ട് കുറയാൻ പറ്റൂ? കോൺഗ്രസ് ആണ് ഈ രാജ്യത്തെ ഏറ്റവും പ്രധാനപ്പെട്ട അടിസ്ഥാന രാഷ്ട്രീയ ശക്തി. അതിൽ നിന്ന് ചോർന്നു പോയ ഈ രാജ്യത്തെ കമ്മ്യൂണിസ്റ്റുകാരെല്ലാം എവിടെ നിന്ന് ട്രെയിനിങ് എടുത്ത് പോയവരാണ്? കോൺഗ്രസിൽ നിന്ന് പരിശീലനം കിട്ടിപ്പോയവരാണ്. പല ഘട്ടങ്ങളിൽ, പല സന്ദർഭങ്ങളിൽ, പല രീതിയിൽ, പല വ്യവസ്ഥയിൽ, പല കാരണങ്ങളാൽ പോയവരാണ്. അതുപോലെ BJP അങ്ങനെയല്ല. ജനസംഘം എന്ന് പറയുന്നത് അടിസ്ഥാനപരമായി കോൺഗ്രസിനെതിരെ ബ്രിട്ടീഷ് പക്ഷപാതികളായി നിന്നുകൊണ്ട് ഇവിടെ വിശദീകരിക്കാൻ ഒക്കാത്തമുള്ള കാര്യങ്ങൾ ഉൾപ്പെടെ ഇന്ത്യ ചരിത്രത്തിൽ കാഴ്ചവെച്ചവരാണ് അവർ. അവരുടെ ചരിത്രം വേറൊന്നാണ്. കോൺഗ്രസ് വിട്ടുപോയവരുടെ കൺസോർഷ്യമാണ് കോൺഗ്രസിനെതിരായി ഇന്ന് മറുപക്ഷത്ത് അണിനിരന്നിട്ടുള്ള ശക്തികൾ. പക്ഷേ കോൺഗ്രസ് എപ്പോഴും നിന്നത് കരബലത്തിൻ്റെ പേരിലല്ല, മൂല്യവത്തായ ആശയങ്ങളുടെ അടിസ്ഥാനത്തിലാണ്. അപ്പം മതേതരത്വം അത് കോൺഗ്രസ് പ്രഖ്യാപിച്ച ഒരു പ്രഖ്യാപനമാണ് ഈ രാജ്യത്ത്. ജനാധിപത്യം കോൺഗ്രസ് പ്രഖ്യാപിച്ച ഒരു സമീപന സംസ്കാരമാണ്. ഈ മൂല്യങ്ങൾ നിലനിർത്താൻ വളരെ ബഹുദൂരം നഗ്നപാതരായി നടന്ന് ത്യാഗം സഹിച്ച് വെയിലുകൊണ്ട് ദാഹം സഹിച്ച് മുന്നോട്ട് നടക്കേണ്ടി വരും. ഞാനൊരു കാര്യം ഓർമ്മിക്കുകയാണ്. വാസ്തവത്തിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും അത്തരം ആളുകളോട് വേണ്ടത്ര നീതി ചെയ്തിട്ടുണ്ടോ? ഇപ്പോൾ ഇവിടെ സംസാരിക്കുന്ന എൻ്റെ ബഹുമാന്യനായ സഹോദരസ്ഥാനീയനായ ശ്രീ സമ്പത്ത്, അദ്ദേഹത്തിൻ്റെ അഭിമന്യനായ പിതാവ് രാഷ്ട്രീയ ഗന്ധർവനായ ഒരു കാലത്ത് വ്യവഹരിക്കപ്പെട്ടിരുന്ന ആദരണീയനായ പട്ടം താണു പിള്ളയോട് തിരുവനന്തപുരത്ത് പോർമുഖം തീർത്ത് പോരാടാൻ കരുത്ത് കാണിച്ച നെഞ്ചുക്കുള്ള ഒരു വ്യക്തിയായിരുന്നു. അദ്ദേഹത്തോട് എത്ര ശതമാനം നീതി കാണിക്കാൻ പ്രിയപ്പെട്ട മാർക്സിസ്റ്റ് പാർട്ടിക്ക് സാധിച്ചിട്ടുണ്ട്? എന്തൊക്കെ സഹിച്ചയാളാണ് ശ്രീമതി ഗൗരിയമ്മ. അവരോട് ഏതു നീതി കാണിക്കാൻ മാർക്സിസ്റ്റ് പാർട്ടിക്ക് സാധിച്ചിട്ടുണ്ട്? ഇതൊന്നും വേണ്ട. ഇപ്പോൾ വീട്ടിലിരിക്കുന്ന ആരോഗ്യ പ്രശ്നങ്ങളുള്ളതുകൊണ്ട് ഞങ്ങൾ അദ്ദേഹത്തെ ഒന്നും സൂചിപ്പിക്കുക പോലുമില്ല. അച്യുതാനന്ദനോട് എന്തു നീതി കാട്ടാൻ മാർക്സിസ്റ്റ് പാർട്ടിക്ക് സാധിച്ചിട്ടുണ്ട്. അപ്പോൾ കമ്പോള വിജയമാണ് ഈ കച്ചവടത്തിൻ്റെ ഒക്കെ നേട്ടമായി എടുക്കുന്നത്. ഒരു പൊളിറ്റിക്സ് ഒരു തരം ലേലം വിളിയാക്കി മാറ്റിയ രീതിയിലേക്ക് അവർക്ക് കടന്നു പോകേണ്ടി വന്നു. വേറൊന്നും നമ്മൾ നോക്കണ്ട. വളരെ വളരെ ഒരു വെർസറ്റൈൽ ജീനിയസ് ആയിരുന്ന സഖാവ് കെ ബാലകൃഷ്ണൻ, അതായത് സ്വന്തം പിതാവായ ശ്രീ C കേശവൻ എന്ന മുഖ്യമന്ത്രിയെ വരച്ചിട്ട് മയ്യനാട്ട് പൊതുയോഗത്തിൽ അദ്ദേഹത്തിൻ്റെ അമ്മ മോഹാലസ്യപ്പെട്ട് വീഴത്തക്കവണ്ണം അച്ഛനെ വിമർശിച്ച കെ ബാലകൃഷ്ണൻ സഖ്യാദ്രി സാനുക്കളിലൂടെ എന്നൊരു പുസ്തകം എഴുതിയിട്ടുണ്ട്. ആ പുസ്തകം എടുത്ത് വായിക്കുന്നവർക്കറിയാം ഇത് എന്താണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ആദ്യത്തെ ഗവൺമെൻറ്റിൻ്റെ ഭരണകാലത്ത് അവർ നടത്തിയ ആഘോഷങ്ങൾ എന്ന്. അഴിമതിയുടെ കറ പുരണ്ടു പോയി ആ സോഷ്യലിസ്റ്റ് വിപ്ലവം പറഞ്ഞവരുടെ കയ്യിൽ. അതിങ്ങനെ തുടരുകയാണ്. ഏതു ഘട്ടത്തിലാണ് വരാതിരുന്നത്? ഇപ്പോഴും എന്താണ് ഇന്ന് വളരെ ബഹുമാന്യനായ മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ ഇന്ത്യയുടെ പ്രധാനമന്ത്രിക്ക് ഒരു കത്തെഴുതിയിരിക്കുന്നു. വിദേശത്ത് കുടുങ്ങിപ്പോയ 500 മലയാളികളെ ഇങ്ങോട്ട് കയറ്റി അയക്കണമെന്നല്ല കത്ത്. ഇന്ത്യയിലെ നിയമാനുസരണം കോൺസ്റ്റിറ്റ്യൂഷണലി എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ടുള്ള ഒരു സ്ഥാപനം
അല്ല പ്ലീസ്, ഒരു സ്ഥാപനം ഇവിടെ നടന്ന ചില സംഭവങ്ങളെക്കുറിച്ച് നടത്തുന്ന അന്വേഷണത്തിൽ അദ്ദേഹത്തിനുള്ള പരവേശവും അസംതൃപ്തിയും വ്യക്തമാക്കിക്കൊണ്ടുള്ള കത്ത് ഇന്ത്യയുടെ പ്രധാനമന്ത്രിക്ക് ഒരു ഭരണഘടനാ സ്ഥാപനമായ നമ്മുടെ ഗവൺമെന്റിന്റെ തലപ്പത്തിരിക്കുന്ന അഭിമന്യരായ മുഖ്യമന്ത്രിക്ക് എഴുതേണ്ടി വന്നു എന്ന് പറഞ്ഞാൽ അത് ഒരു ചെറിയ കാര്യമായി കേരളത്തിലെ നിയമജ്ഞന്മാരും വളരെ നല്ലൊരു അഭിഭാഷകൻ കൂടിയാണ് എൻ്റെ സുഹൃത്തും സഹോദരനുമായ ശ്രീ എ സമ്പത്ത്. അദ്ദേഹം പറയട്ടെ, അദ്ദേഹം ഒരു റെസ്പെക്റ്റബിൾ പദവിയിലിരിക്കുന്ന ആൾ കൂടിയാണ്, അല്ലെങ്കിലും അദ്ദേഹം റെസ്പെക്റ്റബിളായി ബിഹേവ് ചെയ്യുന്ന ആളാണ്. അതുകൊണ്ട് കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടി അധികാരത്തിൻ്റെ ഉരുളിയിൽ എന്നു തൊട്ടോ അതിനകത്തെ മധുരത്തിൽ തൊട്ട് അറിയാതെ നാവിൽ നുണഞ്ഞു പോയി എന്നത് ആ പാർട്ടിയോടൊപ്പം പെട്ടിരിക്കുന്ന ഒരു അടയാളമായി മാറിയിരിക്കുകയാണ്. അഴുക്ക് പറ്റിയതല്ല, തേച്ചാലും കുളിച്ചാലും മാറാത്ത ഒരു അടയാളമായി മാർക്സിസ്റ്റ് പാർട്ടിക്ക് സംഭവിച്ചിരിക്കുകയാണ്. അത് നടന്നു പോവുകയാണ്. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം പച്ചയ്ക്ക് ജനങ്ങളോട് പറയുകയും പകൽ വെളിച്ചത്തിൽ ജനങ്ങളോട് അപേക്ഷിക്കുകയും അവരുടെ അനുഗ്രഹം ലഭിച്ചാൽ സ്വീകരിക്കുകയും അത് ഉപയോഗപ്പെടുത്തി ജനക്ഷേമകരമായ കാര്യങ്ങൾ ചെയ്യുകയും ചെയ്തു. നിങ്ങൾക്കറിയാമല്ലോ, ശ്രീമതി സരിത എന്ന ബഹുമാന്യ സഹോദരിയെ ഉപയോഗപ്പെടുത്തി കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് കാലത്ത് സാക്ഷാൽ മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയെ കൈകാര്യം ചെയ്ത ആ നീതിശാസ്ത്രം, അതിന് പ്രകൃതി കൊടുത്ത ഒരു ശിക്ഷയല്ലേ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. നാം ആലോചിച്ച് നോക്കണം ശാന്തമായി. അതുകൊണ്ട് ചെട്ടിയെ പൊട്ടനെ ചെട്ടി ചതിച്ചാൽ ചെട്ടിയെ ദൈവം ചതിക്കുമെന്ന് മലയാളത്തിൽ ഒരു ചൊല്ലുണ്ട്. അതുപോലെ മാർക്സിസ്റ്റ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഇവിടെ ഒരു അപകടത്തിൽപ്പെട്ടിരിക്കുകയാണ്. ഇവിടെ കോൺഗ്രസ്സുകാർക്ക് BJPയുമായി ചങ്ങാത്തം സ്ഥാപിക്കേണ്ട ആവശ്യമുണ്ട് എന്നെനിക്ക് തോന്നുന്നില്ല. അങ്ങനെ ചെയ്യുന്നു എന്ന് ഞാൻ മനസ്സിലാക്കിയിട്ടില്ല. അങ്ങനെ ചെയ്യുന്നു എങ്കിൽ നിർബന്ധമായി നിശ്ചയമായി ആ കാര്യത്തെക്കുറിച്ച് വളരെ വസ്തുനിഷ്ഠമായ തിരുവനന്തപുരത്ത് കോൺഗ്രസ് വോട്ടുകൾ BJPക്ക് പോയിട്ടില്ല അല്ലേ? ഒരു കമ്മിറ്റിയെ തിരുവനന്തപുരത്ത് കോൺഗ്രസ് വോട്ടുകൾ BJPക്ക് പോയിട്ടില്ല. തിരുവനന്തപുരത്തെ ഒരു കോൺഗ്രസ് പ്രവർത്തകനാണ് ഞാൻ. അതെ, എന്റെ അറിവിൽ അങ്ങനെ ഉണ്ടായിട്ടില്ല. അതെ, അപ്പോൾ എന്ന് ആർക്കെങ്കിലും ആരോപണമുണ്ട് എങ്കിൽ തെളിവുകൾ സഹിതം ബഹുമാനപ്പെട്ട KPCC അധ്യക്ഷന് കൊടുക്കണം. ചെറുപ്പക്കാർ എഴുതിയ മുദ്രാവാക്യം അത് പരിശോധിക്കാൻ KPCC അധ്യക്ഷൻ വഴി കണ്ടെത്തണമെന്ന് കൂടി ഞാൻ അദ്ദേഹത്തോട് അപേക്ഷിക്കുകയാണ്. ഒരിക്കലും കോൺഗ്രസ് അതിന്റെ മൂല്യങ്ങളിൽ നിന്ന് വഴിമാറി ഒഴുകരുത് എന്നാഗ്രഹിക്കുന്ന ഒരു ചെറിയ പൊതുപ്രവർത്തകനാണ് ഞാൻ, അത്രമാത്രം. ഓക്കെ സന്ദീപ്, എന്തായാലും ഉത്തരം ശ്രീ പീതാംബരക്കുറുപ്പ് തന്നെ നൽകിയിട്ടുണ്ട്. എന്തായാലും കോൺഗ്രസിൻ്റെ വോട്ടുകൾ BJP സ്ഥാനാർത്ഥികൾക്ക് പോയിട്ടില്ല. അദ്ദേഹം വളരെ മുതിർന്ന ഒരു കോൺഗ്രസ് നേതാവാണ്. അതുകൊണ്ട് തന്നെ ആ വാക്കുകൾ മുഖവിലക്ക് എടുക്കാം. ശ്രീ സമ്പത്ത് പറഞ്ഞതിനോടുള്ള താങ്കളുടെ പ്രതികരണം. രണ്ടുപേരും പറഞ്ഞത് ഏകദേശം സമാനമാണ്. ബഹുമാനപ്പെട്ട പീതാംബരക്കുറുപ്പ് അദ്ദേഹം തന്നെ പറഞ്ഞു, ഈ ഇപ്പോൾ പാർട്ടിയിൽ കുറേ കാലമായി സജീവമല്ലാത്തത് കൊണ്ടാണ് അദ്ദേഹം ഇവിടെ നടന്ന കാര്യങ്ങളെ പറ്റിയൊന്നും അറിയാത്തത്. എന്തായാലും നമുക്ക് ആ വോട്ട് കച്ചവടത്തിൻ്റെ തെളിവുകൾ കണക്കുകൾ ഞാൻ പറയാം. ഇവിടെ അതിനു മുമ്പ് ബഹുമാനപ്പെട്ട സമ്പത്ത് പറഞ്ഞ ചില കാര്യങ്ങളെപ്പറ്റി ഞാനൊന്ന് പറഞ്ഞുകൊള്ളട്ടെ. അദ്ദേഹം ഇവിടെ BJPയുടെ വോട്ട് അല്ല, BJPക്കാണ് കോൺഗ്രസ് വോട്ടുകൾ കിട്ടിയത് എന്ന് സ്ഥാപിക്കാൻ വേണ്ടി അദ്ദേഹം ചില കണക്കുകളും ചില പേരുകളും പറഞ്ഞു. ഞാൻ ആ പേരുകൾ പറയാം. ഒന്ന്, അദ്ദേഹം പറഞ്ഞ വാർഡുകളുടെ പേരാണ് ശ്രീകണ്ഠേശ്വരം, പാങ്ങോട്, കരിക്കകം, PTP, പാപ്പനംകോട്, തിരുമല, മേലാങ്കോട്, ഇതൊക്കെയാണ് വട്ടിയൂർക്കാവ്, ഇതൊക്കെയാണ് അദ്ദേഹം പറഞ്ഞ വാർഡുകൾ. ശ്രീ ബഹുമാനപ്പെട്ട സമ്പത്ത്, അങ്ങൊരു കാര്യം മനസ്സിലാക്കണം. അങ്ങീ പറഞ്ഞ എല്ലാ വാർഡുകളും BJPയുടെ സിറ്റിംഗ് വാർഡുകളാണ്. സിറ്റിംഗ് വാർഡുകളിൽ ഞങ്ങൾ വിജയിക്കുമ്പോൾ ഞങ്ങൾക്ക് ആരുടെയൊക്കെ വോട്ട് കിട്ടാം? അതിലെന്താണ് അസ്വാഭാവികതയുള്ളത്? സിറ്റിംഗ് വാർഡിലാണല്ലോ ഞങ്ങൾ അങ്ങീ പറഞ്ഞ കോൺഗ്രസിനും CPM-നും വോട്ട് കുറഞ്ഞത് കൊണ്ടാണല്ലോ അവിടെ BJP ജയിച്ചത്. കഴിഞ്ഞ തവണയും BJP ജയിച്ച വാർഡിൽ ഞങ്ങളുടെ സീറ്റുകൾ നിലനിർത്തുകയാണ് ചെയ്തത്. ഞാൻ പറയുന്നത് അതിനെപ്പറ്റി അല്ല, ഞാൻ അങ്ങയോട് പറയാം. അതായത് ഒന്നാമത്തെ പേര് ഞാൻ പറഞ്ഞുതരാം സാർ, പുഞ്ചക്കരി വാർഡ്. അങ്ങേക്കറിയാമല്ലോ പുഞ്ചക്കരി വാർഡിന്റെ പ്രത്യേകതയെ പറ്റി. കഴിഞ്ഞ തവണ UDF 630 വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ വിജയിച്ച വാർഡാണ് പുഞ്ചക്കരി വാർഡ്. 2372 വോട്ടുകളാണ് പുഞ്ചക്കരി വാർഡിൽ നിന്നും കഴിഞ്ഞ തവണ UDF-നുണ്ടായിരുന്നത്. ഇത്തവണ അവർക്ക് ആകെ കിട്ടിയത് 711 വോട്ടുകളാണ് സാർ. എവിടെ പോയി ഈ വോട്ടുകൾ? എങ്ങനെയാണ് മൂന്നാം സ്ഥാനത്തുണ്ടായിരുന്ന CPM അവിടെ ഒന്നാം സ്ഥാനത്തേക്ക് എത്തിയത്? ഞങ്ങളവിടെ 2 തന്നെയാണ്, ഞങ്ങളവിടെ 2ാം സ്ഥാനത്തേക്കായി പോയി.
ഒന്നാം സ്ഥാനത്തുണ്ടായിരുന്ന കോൺഗ്രസ് 3ലേക്ക് മാറിക്കൊടുത്തുകൊണ്ട് 3-ലുണ്ടായിരുന്ന CPM അവിടെ എത്തിയതിനെയാണ് ഞങ്ങൾ വോട്ടുമറിച്ചു എന്ന് പറഞ്ഞത്. ഇനിയും കേട്ടോളൂ. വഴുതക്കാട് വാർഡ് അറിയാമല്ലോ, അങ്ങേക്ക് അറിയാവുന്നതാണല്ലോ. ഡെപ്യൂട്ടി മേയർ രാഖി രവികുമാർ മത്സരിക്കുന്ന വാർഡാണ്, അവരുടെ സിറ്റിംഗ് വാർഡാണത്. കഴിഞ്ഞ തവണ കഷ്ടിച്ച് 27 വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ കടന്നുകൂടിയ രാഖി ഇത്തവണ 364 വോട്ടിന്റെ ഭൂരിപക്ഷത്തിലാണ് വിജയിച്ചത്. കഴിഞ്ഞ തവണ 1290 വോട്ടുണ്ടായിരുന്ന ബഹുമാനപ്പെട്ട പീതാംബരക്കുറുപ്പിന്റെ പാർട്ടിക്ക് ഇത്തവണ വെറും 890 വോട്ട്. എവിടെ പോയി സാർ വോട്ടുകൾ? പറഞ്ഞു തരണം. പട്ടം വാർഡ് BJPയുടെ സിറ്റിംഗ് വാർഡായിരുന്നു. ആ സിറ്റിംഗ് വാർഡിൽ കഴിഞ്ഞ തവണ UDFിനുണ്ടായിരുന്ന വോട്ട് എന്ന് പറഞ്ഞാൽ 1503, ഇത്തവണ വെറും 894. അവിടെ വിജയിച്ചതാരാ? BJPയെ പിന്തള്ളി CPI, 3-ാം സ്ഥാനത്തുണ്ടായിരുന്ന CPI അവിടെ വിജയിച്ചു. എവിടെ പോയി സാർ വോട്ട്? കുറവൻകോണം വാർഡ്. കുറവൻകോണം വാർഡിൽ നേരെ തിരിച്ചാണ് സംഭവിച്ചിരിക്കുന്നത്. കാരണം CPIക്ക് 1334 വോട്ടുകൾ ഉണ്ടായിരുന്നു അവിടെ. ഇത്തവണ UDFിന്റെ ഘടകകക്ഷിയായിട്ട് RSP ആണ് മത്സരിച്ചത്. ആ 1134 വോട്ട് ഉണ്ടായിരുന്ന കുറവൻകോണത്ത് നിങ്ങൾ ഇത്തവണ പിടിച്ചത് 635 വോട്ട് മാത്രം. ഞങ്ങൾ അവിടെ 2-ാം സ്ഥാനത്തുണ്ട് സർ. ഞങ്ങളുടെ വോട്ട് ബേസ് എവിടെയും പോയിട്ടില്ല. ഞങ്ങൾ കഴിഞ്ഞ തവണത്തെക്കാട്ട് വോട്ട് ബേസ് വർദ്ധിപ്പിച്ച് ഞങ്ങൾക്ക് നിങ്ങളെ മറികടക്കാൻ പറ്റില്ല. കാര്യം എന്താ? 1ഉം 3ഉം കൂടെ ഒത്താൽ 2 കാരന് കിട്ടില്ല എന്നുള്ള സാമാന്യ ഗണിതമാണത്. മുട്ടത്തറ വാർഡ് കഴിഞ്ഞ തവണ 1258 വോട്ടുണ്ടായിരുന്നു കോൺഗ്രസിന്. ഇത്തവണ കിട്ടിയത് കോൺഗ്രസിന് വെറും 540 വോട്ട്. അവിടെയും CPM ജയിച്ചു, BJPക്ക് 2-ാം സ്ഥാനം മാത്രം. പൂങ്കുളം വാർഡ് കഴിഞ്ഞ തവണ ലീഗ് മത്സരിച്ച വാർഡാണത്. 1390 വോട്ടുമായി ലീഗ് 2-ാം സ്ഥാനത്തായിരുന്നു. ഇത്തവണ അവിടെ കിട്ടിയത് വെറും 900 വോട്ടുകളാണ് സാർ. ഇവിടെയും CPM ആണ് വിജയിച്ചത്. 3-ാം സ്ഥാനത്ത് കിടന്ന CPM 1-ലേക്ക് എത്തി. BJPക്ക് വീണ്ടും 2-ാം സ്ഥാനം. ഞാണ്ടൂർ കോണം വാർഡ് കഴിഞ്ഞ പ്രാവശ്യം BJP വിജയിച്ച വാർഡാണ്. അവിടെ 3-ാം സ്ഥാനത്തുണ്ട്. കഴിഞ്ഞ പ്രാവശ്യം 3-ാം സ്ഥാനത്തായിരുന്നു കോൺഗ്രസ്. ആ കോൺഗ്രസിന് 1667 വോട്ടുകൾ ഉണ്ടായിരുന്നു. ഇത്തവണ കോൺഗ്രസിന് കിട്ടിയത് എത്രയാണെന്നറിയോ? 990 വോട്ട്. ഞങ്ങൾ തോറ്റത് വെറും 27 വോട്ടിനെ. ഞങ്ങളുടെ സിറ്റിംഗ് സീറ്റിനെ നിങ്ങൾ അട്ടിമറിച്ച കഥയാണ് ഈ പറഞ്ഞത്. ഇനിയുണ്ട് കവടിയാർ. തിരുവനന്തപുരം കോർപ്പറേഷനിൽ നടന്ന തെരഞ്ഞെടുപ്പ് ഫലത്തിന്റെ അവലോകനം മാത്രമല്ല, അതിലേക്ക് ഒതുങ്ങിപ്പോയത്. അല്ല, അപ്പൊ അതുകൊണ്ട് ബഹുമാനപ്പെട്ട സമ്പത്ത് ഇവിടെ കുറെ വാർഡുകളുടെ പേര് പറഞ്ഞതൊക്കെ ഞങ്ങളുടെ സിറ്റിംഗ് വാർഡുകൾ ഞങ്ങൾ നിലനിർത്തിയതാണ്. ഞാൻ പറഞ്ഞത് കൃത്യമായ കണക്കാണ് പറഞ്ഞത്. അതിനകത്ത് എന്തെങ്കിലും ഉണ്ടെങ്കിൽ പറയാം. പിന്നെ അങ്ങ് പറയുകയാണ് കോൺഗ്രസും BJPയും തമ്മിലാണ് ധാരണയെന്ന്. ഞാൻ ചോദിക്കട്ടെ ബഹുമാനപ്പെട്ട സമ്പത്ത്, കഴിഞ്ഞ തവണ നിങ്ങൾ 5 വർഷം തിരുവനന്തപുരം കോർപ്പറേഷൻ ഭരിച്ചത് ആരുടെ ഔദാര്യത്തിലായിരുന്നു? ഞങ്ങൾ എന്തായാലും നിങ്ങളെ സപ്പോർട്ട് ചെയ്തിട്ടില്ലല്ലോ. ഞങ്ങളായിരുന്നല്ലോ കഴിഞ്ഞ തവണയും ഏറ്റവും വലിയ ഒറ്റക്കക്ഷി. നിങ്ങൾ മുന്നണി എന്ന നിലയിൽ LDFന് 45ഓളം സീറ്റുകൾ കിട്ടി എന്നുള്ളതല്ലാതെ ഒറ്റക്കക്ഷി എന്ന നിലയിൽ BJP ആണ് എപ്പോഴും വലിയ ഒറ്റക്കക്ഷി. നിങ്ങൾ എങ്ങനെയാണ് 5 വർഷം ഭരിച്ചത്? ബഹുമാനപ്പെട്ട പീതാംബരക്കുറുപ്പിന്റെ പാർട്ടി കൈയയച്ച് സഹായിച്ചു. വേണ്ടപ്പോൾ ഇറങ്ങിപ്പോയും ഇറങ്ങിപ്പോകാതെയും വിട്ടുനിന്നും നിങ്ങൾ നടത്തിയ അഡ്ജസ്റ്റ്മെന്റ് ഭരണം കൊണ്ടല്ലേ നിങ്ങൾക്ക് 5 വർഷം പിടിച്ചു നിൽക്കാൻ പറ്റിയത്? ഇനി പോട്ട് ഇപ്പൊ ബഹുമാനപ്പെട്ട സമ്പത്തിരിക്കുന്നത് ഡൽഹിയിലാണല്ലോ. ഞാൻ അങ്ങയെ ദേശീയ രാഷ്ട്രീയത്തിന്റെ പഠിപ്പിക്കാൻ ഞാൻ ആളല്ല. എന്നാലും അങ്ങേക്ക് അറിയാമല്ലോ, പാറശാല കഴിഞ്ഞാൽ നിങ്ങൾ രണ്ടുപേരും ഒരു പായയിൽ കിടന്നുറങ്ങി ഒരു പാത്രത്തിൽ നിന്ന് ഉണ്ണുന്നവരാണെന്ന് ഞാൻ പറഞ്ഞു തരണോ നിങ്ങൾക്ക്? നിങ്ങൾ കേരളത്തിൽ വന്നിട്ട് ഞങ്ങളും കോൺഗ്രസും തമ്മിലാണ് സഖ്യം എന്ന് പറഞ്ഞാൽ ആരാണ് സാർ? അരിയാഹാരം കഴിക്കുന്നു ആരെങ്കിലും വിശ്വസിക്കുമോ? പിന്നെ ഒരു കാര്യം കൂടെ പറയാം. അങ്ങ് പറയുണ്ടായി BJP MLA-മാരെ വിലക്കെടുക്കുന്നു എന്ന്. എനിക്ക് ബഹുമാനപ്പെട്ട സമ്പത്തിനോട് ഞാൻ രാഷ്ട്രീയമല്ല പറയുന്നത്. അങ്ങയുടെ എനിക്ക് വളരെ എന്താണ് പറയുന്നത് ബഹുമാനമുള്ള ഒരു രാഷ്ട്രീയ നേതാവാണ് ശ്രീ A. സമ്പത്ത്. കാരണം അദ്ദേഹത്തിന് ഉള്ള പക്വതയും അദ്ദേഹത്തിനുള്ള രാഷ്ട്രീയ പരിജ്ഞാനവും നിയമപരിജ്ഞാനവും ഒക്കെ എന്താണ് പറയുന്നത് അസാധ്യമാണ്, അപാരമാണ്. ഞാനത് അങ്ങയുടെ എല്ലാ ബഹുമാനവും നിലനിർത്തിക്കൊണ്ട് ശ്രീ സമ്പത്ത് ഞാൻ ചോദിക്കട്ടെ, അങ്ങ് എന്തിനാണ് ജനാധിപത്യത്തെ അപഹസിക്കുന്നത്? ഞാൻ ചോദിക്കട്ടെ, കേരളത്തിൽ നിങ്ങളുടെ MLA-മാര് മറുകണ്ഠം ചാടിയിട്ടില്ലേ? അധികം പുറകോട്ടേക്കൊന്നും ഞാൻ പോകുന്നില്ല. എന്നെക്കാട്ടി ചരിത്രം നിങ്ങൾക്കറിയാമല്ലോ. എവിടെ പോയി നിങ്ങളുടെ സെൽവരാജ് എന്ന് പറയുന്ന MLA കോൺഗ്രസ്സുകാർ പൈസ കൊടുത്ത് മേടിച്ചതാണോ, സെൽവരാജ് പണം മേടിച്ചതാണോ എന്ന് ബഹുമാനപ്പെട്ട സമ്പത്ത് പറയണം. അങ്ങിപ്പോ പറയുന്നുണ്ടായിരുന്നല്ലേ അഭിമാനബോധത്തോടെ CPM-കാർ പണം മേടിക്കില്ല എന്ന്. അപ്പൊ സെൽവരാജ് CPM-കാരനായിരുന്നില്ലേ സാർ? ഇനി ഞാൻ കണക്ക് പറഞ്ഞുതരാം. നിങ്ങളുടെ ത്രിപുരയിൽ അങ്ങേക്ക് അറിയാവുന്ന നേതാവാണല്ലോ ബിശ്വജിത് ദത്ത. അദ്ദേഹം MLA ആയിരുന്നു, ത്രിപുര MLA. അദ്ദേഹവും 5000 പ്രവർത്തകരും കൂടെയാണ് സാർ BJP-യിൽ ചേർന്നത്. അദ്ദേഹം പൈസ മേടിച്ചിട്ടുണ്ടോ? അപ്പം നിങ്ങൾ വെളിവാക്കണം. ജിതേന്ദ്ര സർക്കാരും മനോരഞ്ജനും അച്ചർജിയും രണ്ടുപേരും ത്രിപുരയിലെ മുതിർന്ന CPM നേതാക്കന്മാരാണല്ലോ. ആ രണ്ടുപേരും BJP-യിലല്ലേ? അപ്പൊ അവർ രണ്ടുപേരും പണം മേടിച്ചോ? ഇനി ഞാൻ ബംഗാളിലെ പറഞ്ഞുതരാം. അങ്ങേക്ക് അറിയാമല്ലോ, അങ്ങയുടെ ഒപ്പം തന്നെ പാർലമെന്റിൽ ഇരുന്ന ആളായിരുന്നല്ലോ നമ്മുടെ ജ്യോതിർമയി സിക്ദർ. കായിക താരം കൂടിയായിരുന്ന ജ്യോതിർമയി സിക്ദർ രാജ്യസഭ MP ആയിരുന്നില്ലേ CPIM-ന്റെ? അവർ BJP ചേർന്നത് പണം മേടിച്ചിട്ടാണോ സാർ?
ഒന്നുകിൽ നിങ്ങളുടെ BJP-ക്കാർ പണം കൊടുത്താൽ മേടിക്കുന്നവരാണ് CPM-കാരെന്ന് നിങ്ങളും സമ്മതിക്കണം. നിങ്ങൾക്ക് മാത്രം അതിൽ നിന്ന് മാറി നിന്നിട്ട് ഞങ്ങൾ എന്തോ വലിയ മഹാന്മാരാണ് എന്നുള്ള ആ വീമ്പ് പറച്ചിൽ അങ്ങ് നിർത്തണം. അതല്ല എങ്കിൽ ഇത് ജനാധിപത്യത്തിൽ സ്വാഭാവികമാണെന്ന് സമ്മതിക്കണം. കേരളത്തിൽ ഉണ്ടായിട്ടില്ലേ അങ്ങോട്ടും ഇങ്ങോട്ടും പാർട്ടി മാറുന്നത്? ഒരു ജനാധിപത്യത്തിന്റെ മഹത്തായ സങ്കല്പം അല്ലെങ്കിൽ ജനാധിപത്യം പുഷ്കലമാകുന്നത് എപ്പോഴാണ് സർ? എനിക്ക് ഇന്നലെ വരെ വിശ്വസിച്ച പ്രമാണത്തോടും പ്രത്യയശാസ്ത്രത്തോടും വിയോജിപ്പുണ്ടാകുമ്പോൾ ഞാൻ അതിനോട് വിട പറഞ്ഞ് പുതിയ പ്രത്യയശാസ്ത്രത്തിൽ വിശ്വസിക്കുമ്പോഴാണല്ലോ ജനാധിപത്യം പൂത്തുലയുക. അല്ലാതെ നിങ്ങളെ പോലെ പാർട്ടി വിട്ടുപോകുന്നവരെ 51 വെട്ടുവെട്ടിക്കൊല്ലുന്ന ജനാധിപത്യ ബോധമല്ല സർ BJP-ക്കുള്ളത്. ഞങ്ങൾക്ക് ആ ജനാധിപത്യ ബോധമില്ല. ഞങ്ങളുടെ പാർട്ടിയിൽ നിന്ന് വിട്ടുപോയ ഒരാളെയും ഞങ്ങൾ വെട്ടിക്കൊന്നിട്ടില്ല. ഞങ്ങൾ ആരെയും വില കൊടുത്ത് മേടിച്ചിട്ടില്ല. ത്രിപുരയിൽ ഞങ്ങൾ ഓടിളക്കിയല്ല അധികാരത്തിൽ വന്നത്. ഞങ്ങൾ തികച്ചും ജനാധിപത്യപരമായ തെരഞ്ഞെടുപ്പിൽ കൂടി വന്നതാണ്. അവിടെ ജനാധിപത്യത്തിൽ CPIM-ന്റെ ഗുണ്ടായുസത്തെ ചെറുത്തു നിൽക്കാൻ കോൺഗ്രസിന് കഴിയാതെ വന്നപ്പോൾ ജീവനിൽ ഭയമുള്ളവർ BJP ചേർന്നിട്ടില്ലേ സർ? ഇപ്പൊ അങ്ങേക്കറിയാമല്ലോ, അങ്ങ് എന്നേക്കാൾ കൂടുതൽ ഇന്ത്യ മുഴുവൻ യാത്ര ചെയ്യുന്ന ഒരാളാണല്ലോ. ബംഗാളിലെ അവസ്ഥ എന്താണ്? നിങ്ങൾ കാണിച്ച ഗുണ്ടായുസത്തിന്റെ 14 മടങ്ങായിട്ട് ഇപ്പോൾ നിങ്ങൾ തിരിച്ചു കിട്ടുകയാണ്. എവിടെ നിന്ന്? മമതാ ബാനർജിയുടെ തൃണമൂൽ കോൺഗ്രസിൽ നിന്നും. അപ്പോഴും നിങ്ങളെ സംരക്ഷിക്കാൻ ഞങ്ങളേ ഉള്ളൂ. അങ്ങത് മറക്കരുത്. ത്രിപുരയിലെ പശ്ചിമ ബംഗാളിലെ ഓരോ കമ്മ്യൂണിസ്റ്റുകാരനും അഭയം കൊടുക്കുന്നത് RSS കാര്യാലയങ്ങളും ഭാരതീയ ജനതാ പാർട്ടിയുടെ ഓഫീസുകളുമാണ് എന്ന കാര്യം അറിയാത്ത ആളല്ലല്ലോ ബഹുമാനപ്പെട്ട സമ്പത്ത്. നിങ്ങളെ ഞങ്ങൾ സംരക്ഷിക്കും. ഞങ്ങൾ അങ്ങനെ ജനാധിപത്യത്തിന് നേരെ പല്ലിളിക്കുന്ന സ്വഭാവം ഞങ്ങൾക്കില്ല. ഞങ്ങൾ ആരുമായും സഹകരിക്കാൻ തയ്യാറായിട്ടുള്ള പ്രസ്ഥാനം തന്നെയാണ്. നിങ്ങൾ മാത്രം അല്ല, നിർത്തിക്കോട്ടെ, നിങ്ങൾ മാത്രമാണ് എന്തോ വലിയ ആൾക്കാരെന്ന് ദേവി അത് പറയരുത്. പിന്നെ ഒരു കാര്യം കൂടെ പറഞ്ഞ് ഞാൻ നിർത്താം. അങ്ങ് പറയുന്നുണ്ടായിരുന്നല്ലോ ഇവിടെ BJP വിജയിച്ചപ്പോൾ എന്തായാലും EVM-നെ നിങ്ങൾ വെറുതെ വിട്ടത് വളരെ സന്തോഷമായി. കേരളത്തിൽ ഈ തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പിലെങ്കിലും വിജയിച്ചപ്പോൾ ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീൻ നല്ലതായല്ലോ എന്നൊരു സന്തോഷം എനിക്കുണ്ട്. പിന്നെ അങ്ങ് പറഞ്ഞ ഒറ്റ കാര്യത്തിനോട് മറുപടി ഞാൻ നിർത്താം. അങ്ങ് പറയുകയാണ് കേരളത്തിന് മതനിരപേക്ഷ മനസ്സാണ്. എവിടെയാണ് സാർ ഈ മതനിരപേക്ഷ മനസ്സ്? നിങ്ങൾ കാണിക്കുന്ന മുസ്ലിം പ്രീണനമാണോ സാർ മതനിരപേക്ഷ മനസ്സ്? അബ്ദുൽ നാസർ മദനി എന്ന ഭീകരന് ചുവപ്പ് പരവതാനി വിളിച്ച് സ്വീകരിച്ച് ശംഖുമുഖത്ത് സ്വീകരണം കൊടുക്കുന്നതാണോ സാർ മതനിരപേക്ഷ മനസ്സ്? പോപ്പുലർ ഫ്രണ്ടിനെ ഇടതും വലതും മാറി മാറി ഒളിഞ്ഞും തെളിഞ്ഞും സഖ്യകക്ഷിയാക്കുന്നതാണോ സാർ മതനിരപേക്ഷ മനസ്സ്? നിങ്ങൾ ഏത് മതനിരപേക്ഷ മനസ്സിനെയാണ് പറയുന്നത്? പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു ചത്ത കുതിര എന്ന് വിശേഷിപ്പിച്ച മുസ്ലിം ലീഗിനെ പാലും വെള്ളവും കൊടുത്ത് ജീവിപ്പിച്ച് അവർക്കൊരു സ്വന്തമായി ജില്ല കൊടുത്തു കുടിയിരുത്തി മന്ത്രിസഭയിൽ എടുത്തതാണോ സാർ മതനിരപേക്ഷ മനസ്സ്? നിങ്ങൾ ഏത് മതനിരപേക്ഷതയെ പറ്റിയാണ് പറയുന്നത്? ഒരു മതനിരപേക്ഷതയില്ല നിങ്ങൾക്ക്. നിങ്ങൾക്കുള്ളത് മുഴുവൻ ഭൂരിപക്ഷ വിരുദ്ധതയാണ് നിങ്ങൾക്കുള്ളത്. നിങ്ങളുടെ മതനിരപേക്ഷത ഞങ്ങൾ ശബരിമല വിഷയത്തിൽ കണ്ടതാണല്ലോ. ശബരിമല വിഷയത്തിൽ നിങ്ങൾ പലരെയും വേഷം മാറ്റി 18-ാം പടി ചവിട്ടിപ്പിക്കാൻ നടത്തിയ ശ്രമം നടത്തിയപ്പോൾ ഞങ്ങൾക്ക് മനസ്സിലാണ് നിങ്ങളുടെ മതനിരപേക്ഷതയാണ്. എന്ത് മതനിരപേക്ഷതയാണ് സാർ നിങ്ങളുടെ പാർട്ടിക്കുള്ളത്? അതുകൊണ്ട് അങ്ങനെയില്ല സാർ. ജനാധിപത്യമാണ് എങ്കിൽ എല്ലാവരും നിങ്ങൾക്കും തെറ്റുകളുണ്ട്, സമ്മതിച്ചാൽ ഞാനും സമ്മതിക്കാം. അതല്ല ഇടതുപക്ഷം മാത്രമാണ് ഇതിൽ നിന്നെല്ലാം അങ്ങ് വിട്ടുനിൽക്കുന്ന വലിയ പൊങ്ങിയ ആൾക്കാരെന്ന് പറഞ്ഞാൽ എല്ലാ ബഹുമാനത്തോടും പറയട്ടെ സാർ, അത് സമ്മതിച്ചു തരാൻ മനസ്സില്ല. ചർച്ചയുടെ അവസാന ഘട്ടത്തിലേക്ക് കടക്കുന്നു. ശ്രീ സമ്പത്ത്, താങ്കൾക്ക് സന്ദീപിൻ്റെ ചോദ്യങ്ങൾക്ക് മറുപടി പറയാം. ഒരു അഭ്യർത്ഥന കൂടിയുണ്ട്. സംസ്ഥാനത്തിൻ്റെ വിവിധ ജില്ലകളിൽ, പ്രത്യേകിച്ച് വടക്കൻ ജില്ലകളിൽ, മലബാറിൽ ഒക്കെ വ്യാപകമായി CPM പ്രവർത്തകർ അക്രമം അഴിച്ചുവിട്ടിരിക്കുകയാണ്. അതിൻ്റെ ദൃശ്യങ്ങൾ സമൂഹ മാധ്യമങ്ങളിൽ വൈറലും ആയിരിക്കുന്നു. ഇപ്പോൾ വിജയത്തിൽ അഭിമാനിക്കാം, പക്ഷേ അഹങ്കരിക്കരുത്. താങ്കളുടെ അണികളെ ഒന്ന് ഉപദേശിക്കുക. ശ്രീ സമ്പത്ത്. അതെ, ശ്രീ അനിൽ നമ്പ്യാരുടെ അഭ്യർത്ഥനയ്ക്ക് നന്ദി. എല്ലാവരോടുമായി എനിക്ക് അഭ്യർത്ഥിക്കാനുള്ളത് ഈ കോവിഡ് പ്രോട്ടോകോൾ എല്ലാവരും പാലിക്കണമെന്നുള്ളതാണ്. വിജയത്തെക്കാൾ മധുരതരമായി ഒന്നുമില്ല എന്നുള്ളത് പോലെ തന്നെ ലോകത്തിലെ ഏറ്റവും വിലപ്പെട്ടത് മനുഷ്യജീവനാണ്. ഈ നമ്മുടെ വിജയിച്ചു കഴിയുമ്പോൾ ഏത് മുന്നണിയായാലും ഏത് പാർട്ടി ആയാലും ഏത് സ്ഥാനാർത്ഥി ആയിരുന്നാലും പിന്നെ ഈ നമ്മൾ അതുവരെ ഈ ഒന്ന് ഹസ്തദാനം ചെയ്യാത്തവർ ഹസ്തദാനം ചെയ്യാനും കെട്ടിപ്പിടിക്കാനും പരിചയമില്ലാത്ത ആളുകളായിരുന്നാലും ചിലപ്പോൾ അത്തരത്തിൽ ഹാരങ്ങളും ഷാളുകളും എല്ലാം കൊടുക്കലും ഇതെല്ലാം വാങ്ങി വെക്കുമ്പോൾ അറിയേണ്ടുന്ന കാര്യം ഈ ലോകത്ത് കോവിഡ് മഹാമാരി വല്ലാത്ത കെടുതികൾ വിതച്ചുകൊണ്ട് അതിങ്ങനെ മരണത്തിൻ്റെതായിട്ടുള്ള ദൂത് അഭംഗുരം തുടരുകയാണ്. കേരളത്തിൽ പോയി തെരഞ്ഞെടുപ്പ് നടന്നു. ആന്ധ്രാപ്രദേശിൽ കോവിഡ് കാരണം തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പ് നടത്തുന്നതിന് വൈമുഖ്യം ആ ഗവൺമെന്റ് കാട്ടുകയാണ്. കേരളം അതുപോലും ചെയ്തില്ല. കേരളം ജാഗ്രതയോടുകൂടി കേരളത്തിലെ ഗവൺമെന്റ് ഇക്കാര്യത്തിൽ ഈ നടപടികൾ നമ്മൾ ജനങ്ങളെല്ലാവരും കൂടി പാലിച്ചത് കൊണ്ട് നല്ലത്.
രണ്ട്, സന്ദീപ് കുറെ കാര്യങ്ങൾ പറഞ്ഞു. സന്ദീപ് ഇങ്ങനെ പറഞ്ഞു പഠിക്കണം. എനിക്ക് അദ്ദേഹത്തോടുള്ള ഉപദേശം നല്ലതാണ്. കാരണം അത് ഈ ഇത്തരത്തിൽ പറഞ്ഞു പഠിച്ച് BJP-യിൽ ഒരു നല്ല ഭാവിയുണ്ട് ഈ നല്ല ചെറുപ്പക്കാരന്. കാരണം പല BJP നേതാക്കളെ സംബന്ധിച്ചും അവർക്കൊരു തെറ്റിദ്ധാരണയുണ്ട്. ഈ അസത്യമായ കാര്യങ്ങൾ തന്നെ ആവർത്തിച്ചു കൊണ്ടിരിക്കുന്നത് തങ്ങളുടെ മൗലിക അവകാശമാണ് എന്ന്. എന്തായാലും സന്ദീപിനെ അടിച്ചോണ്ട് പോകരുത് എന്തായാലും. ശ്രീ O. രാജഗോപാൽ MLA പറഞ്ഞതായിട്ടുള്ള ഒരു കാര്യമാണ്. O. രാജഗോപാൽ MLA എന്തായാലും അദ്ദേഹം BJP-യുടെ നേതാവല്ല എന്ന് അനിൽ നമ്പ്യാർ പോലും പറയില്ലല്ലോ. എല്ലാവരും സ്വർണ്ണക്കടത്തിനും സ്വപ്നയ്ക്കും പുറകെ പോയി, സർക്കാർ വികസനത്തിന് പുറകെ പോയി BJP-യെ വിമർശിച്ച് രാജഗോപാൽ എന്നുള്ളതാണ്. ഞാൻ അദ്ദേഹത്തെ പോലെ വളരെ മുതിർന്ന ഒരു നേതാവ് പറഞ്ഞതിനപ്പുറമൊക്കെ ഞാൻ പറയാനായി ഞാൻ വേറൊന്നും ഇപ്പൊ ഞാൻ അക്കാര്യത്തിൽ പറയുന്നില്ല. മറ്റൊരു കാര്യം, ഇവിടെ ചില മാധ്യമങ്ങൾ ഈ തെരഞ്ഞെടുപ്പിന് മുമ്പ്, അതിപ്പോ ജനൻ ടിവിയോ അല്ലെങ്കിൽ മറ്റാരുമല്ല, ഇത് ഞങ്ങൾ ഈ പത്രം വീട്ടിൽ വന്നാൽ ഒരു കോൺഗ്രസ്സുകാരൻ ഒരു വീട്ടിൽ വരേണ്ടതായിട്ടില്ല. ഈ പത്രം, ഞാൻ പേര് പറയുന്നില്ല, ഈ പത്രം ഒരു വീട്ടിൽ വരികയാണെങ്കിൽ ഒരു BJP-കാരൻ വീട്ടിൽ വരേണ്ടതില്ല. ഈ രണ്ട് പത്രങ്ങളും തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോഴെങ്കിലും ഇങ്ങനെ പറയാനായി കഴിഞ്ഞു എന്നുള്ളതൊരു നല്ല കാര്യം. മറ്റൊരു കാര്യം, ഇവിടെ ഈ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ പറഞ്ഞപ്പോൾ സന്ദീപ് പറഞ്ഞു. ഞാൻ എന്റെ അനുഭവത്തിൽ നിന്ന് രണ്ട് കാര്യങ്ങൾ പറയാൻ ആഗ്രഹിക്കുന്നു. ഞാൻ ഉദ്ദേശിച്ചത് തെരഞ്ഞെടുക്കപ്പെട്ട MLA-മാരെ വിലക്കെടുക്കുന്നതും ഗവൺമെന്റ് അട്ടിമറിക്കുന്നതുമാണ്. മുമ്പ് MLA ആയിരുന്ന, മുമ്പ് MP ആയിരുന്ന അത്തരത്തിലുള്ള ആളുകളെ സംബന്ധിച്ചുള്ളതല്ല ഞാൻ പറഞ്ഞത്. എന്റെ അനുഭവം കൂടി ഞാനിപ്പോ പറയാം. ഇറ്റ്സ് ഓൺ റെക്കോർഡ് ചെയ്ത് വെച്ചോളൂ. ഞങ്ങളുടെ പാർട്ടിയുടെ രാജ്യസഭാ അംഗമായിട്ടുള്ള ഒരു വനിത, അവര് ത്രിപുരയിൽ നിന്നുള്ളതാണ്. ത്രിപുരയിൽ നിന്നുള്ള ആ വനിതാ പാർലമെന്റ് അംഗം ത്രിപുരയിലെ ഒരു വളരെ പ്രധാനപ്പെട്ട വിഷയം ഇന്ത്യൻ യൂണിയന്റെ ആഭ്യന്തര മന്ത്രിയോട് ഉണർത്തിക്കാനായി പോയി. അപ്പോൾ അവരുടെ ഭർത്താവ് ഭീകരവാദികളുടെ ആക്രമണത്തിനിരയായി അവരുടെ മുന്നിലിട്ട് അരിംകൊല ചെയ്യപ്പെട്ടതാണ്. ആ സ്ത്രീ സഖാവ് ജർണാദാസ്. ഇന്ത്യയുടെ ആഭ്യന്തരമന്ത്രി വിവരമെല്ലാം കേട്ടതിന് ശേഷം അവരോട് ചോദിച്ചത് ഹിന്ദിയിലാണ്, ഇംഗ്ലീഷ് പരിഭാഷ ഇതാണ്, അതിന്റെ മലയാള പരിഭാഷ പറയാം. ശരി മാഡം, പറയൂ എന്താണ് വേണ്ടത്, നിങ്ങൾക്ക് എന്തുകൊണ്ട് BJP-യിൽ ചേർന്നുകൂടാ? ഇന്ത്യയുടെ യൂണിയൻ മന്ത്രിസഭയിലെ ആഭ്യന്തര മന്ത്രി ചോദിച്ച ചോദ്യമാണ്. ഇങ്ങോട്ട് ക്ലാസ്സിൽ ഞാനിത് പറയുകയാണ്. മാഡം ടെൽ മീ വാട്ട് യു വാണ്ട്, വൈ ഡോണ്ട് യു ജോയിൻ BJP? അവർ പറഞ്ഞൊരു മറുപടി ഉണ്ട്. ഞാനൊരു MP എന്ന നിലയിൽ കാണാനായി വന്നത് ഇന്ത്യയുടെ ആഭ്യന്തര മന്ത്രിയെയാണ്, ഞാൻ BJP-യുടെ പ്രസിഡന്റിനെ കാണാനായി വന്നതല്ല. രണ്ട്, ഞാൻ കൂടി സാക്ഷിയായ മറ്റൊരു കാര്യം സന്ദീപിന്റെ അറിവിലേക്ക് പറയാം. നിങ്ങളും എല്ലാം കേൾക്കണം. വീട്ടിലിരുന്ന് ജനം TV കാണുന്ന ഒരുപാട് ആളുകൾ ഈ പാർട്ടിയുമായി BJP-യുമായി വളരെ അടുപ്പമുള്ളവരുമുണ്ട്, അല്ലാത്തവരുണ്ട്. കേരളത്തിലെ ഒരു ആത്മീയ സഭയുമായി ബന്ധപ്പെട്ട് അതിന്റെ ആചാര്യനെതിരായി സമൂഹ പ്ലാറ്റ്ഫോമുകളിൽ കൂടി വളരെ മോശപ്പെട്ട, നമുക്കറിയാലോ സമൂഹ പ്ലാറ്റ്ഫോമുകളിൽ, ഞാനൊക്കെ തന്നെ ചിലപ്പോഴൊക്കെ ഇത്തരത്തിലുള്ള ചർച്ചകളിൽ പങ്കെടുക്കുമ്പോൾ എന്റെ മകളോ മകനോ അവര് ഈ ഓൺലൈനിൽ ഇത് ഇങ്ങനെ കണ്ടിട്ട് ചിലപ്പോൾ ഇത് കഴിഞ്ഞിട്ട് ചോദിക്കും, അച്ഛൻ വേറെ ജോലിയൊന്നുമില്ല, അതിൽ ചെന്നിരുന്നിട്ട് അച്ഛന്റെ തന്തയ്ക്കും തള്ളയ്ക്കുമുള്ള തെറിവിളിയാണ് അതുവഴി ഒഴുകി വരുന്നത്. ഞങ്ങൾ എന്തിനാ ഈ അപ്പനും അമ്മമ്മയും മരിച്ചുപോയവരെ കുറിച്ചുള്ള തെറിയെല്ലാം അതിൽ കൂടി കേൾക്കുന്നത്? അച്ഛനൊന്നും അവർ കൂലി തന്നിട്ടല്ലല്ലോ ഈ വിളിക്കുന്നത്. അവരെല്ലാം നല്ല പ്രതിഫലവും പറ്റിയിരുന്നിട്ട് അവർക്ക് TRP റേറ്റിംഗും അവർക്ക് ഒരുപാട് പരസ്യവും അല്ല. അച്ഛൻ വെറുതെ അച്ഛനും അമ്മയ്ക്കും ചീത്തവിളിയാണ് കേൾക്കുന്നത്. ഭീകരമായ ആക്രമണം ആത്മീയാചാര്യന് വന്നപ്പോ ഞാൻ ഈ പരാതി അവരെയും കൂട്ടിപ്പോയി ഒരു യൂണിയൻ സഹമന്ത്രിയെ കാണാനായി പോയി. അപ്പോ ഒരു വടക്ക് കിഴക്കൻ സംസ്ഥാനത്ത് നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കാൻ പോകുന്നത് കൊണ്ട് ആ മന്ത്രി എന്റെ സാന്നിധ്യത്തിൽ തന്നെ ചോദിച്ചത്, അവിടെ ഈ എല്ലാവരോടും ഒന്ന് പറയണം ഞങ്ങൾക്ക് വോട്ട് ചെയ്യാനായി എന്ന് പോലും പറയുന്നതിന് ഒരു മാനക്കേടും ഉണ്ടായിരുന്നില്ല. ഇത് ഇത്തരം കാര്യങ്ങൾ നടത്തുക എന്നുള്ളത്. പിന്നെ പീതാംബരക്കുറുപ്പണ്ണം പറഞ്ഞൊരു കാര്യത്തിൽ ഞാനൊരു തിരുത്തു വരുത്തുകയാണ്. അണ്ണം പറഞ്ഞ ഒരു ഈ ഏജൻസികളും ഭരണഘടനാ സ്ഥാപനങ്ങളല്ല. ഇതിനൊന്നും ഒരു ഭരണഘടനാ പരിരക്ഷയും ഇല്ല. സുപ്രീം കോടതി, ഹൈക്കോടതി, കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറൽ ഇതെല്ലാം തന്നെ ഭരണഘടനാ സ്ഥാപനങ്ങളാണ്. പാർലമെന്റ് ഭരണഘടനാ സ്ഥാപനമാണ്. ആ പാർലമെന്റിന്റെ ശൈത്യകാല സമ്മേളനം ഇല്ല സന്ദീപേ. അതാണ് നിങ്ങളുടെ പുതിയ കീഴ്വഴക്കങ്ങൾ സൃഷ്ടിക്കാൻ. എവിടെ പോയി? ഇന്ത്യയുടെ രാഷ്ട്രീയ ചരിത്രത്തിൽ പാർലമെന്റ് ഉണ്ടായ കാലം മുതലുള്ള ചില സമ്മേളനങ്ങളുണ്ട്, അത് ചില കീഴ്വഴക്കങ്ങളാണ്. എവിടെ പോയി? പാർലമെന്റ് സമ്മേളനം പോലും ഇല്ല എന്നുള്ളത് മാത്രമല്ല, പാർലമെന്റ് മന്ദിരത്തിന്റെ ചുറ്റുവട്ടത്ത് ഇപ്പൊ നടക്കുന്ന ഡിമോളിഷൻ പ്രവർത്തനങ്ങൾ എന്ന് പറയുന്നത് സുപ്രീം കോടതിയുടെ വിധിക്ക് തന്നെ വിഘാതമായിട്ടുള്ളതാണ്. പേപ്പർ വർക്കുകൾ മാത്രമേ പാടുള്ളൂ എന്ന് പറയുമ്പോഴും അതിനേക്കാൾ പ്രധാനമായി അവിടെ ഇപ്പൊ മണ്ണുമാന്തി യന്ത്രങ്ങളും ഇരുമ്പ് മറകൾ കൊണ്ടെല്ലാം മറച്ചു വെച്ച് നടന്നുകൊണ്ടിരിക്കുന്ന അനിൽ നമ്പ്യാരെ ജനൻ TV-യുടെ ചങ്ങാതിമാരിവിടെ ഉണ്ടല്ലോ, അവരോടൊന്ന് പോയി നോക്കാൻ പറയൂ. വാട്ട് ഈസ് ഹാപ്പനിങ് മെലോൺ? സമയം അതിക്രമിച്ചിരിക്കുന്നു. നമുക്ക് അടുത്ത തവണ ചർച്ച ചെയ്യാം വിശദമായി ഇക്കാര്യങ്ങളൊക്കെ. ഓക്കെ, ഏതായാലും സമയപരിമിതി കൊണ്ട് ഇടപെടുകയാണ്. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തൂത്തുവാരിയ UDF ആണ് തദ്ദേശ തെരഞ്ഞെടുപ്പിൽ നിലം തൊടാതെ പോയത്. നമുക്ക് അറിയാം, സാഹചര്യങ്ങൾക്ക് അനുസരിച്ചാണ് ഓരോ മുന്നണിക്കും കുതിപ്പ് ഉണ്ടാവുന്നത്. ഇപ്പോൾ BJP-യുടെ ഗ്രാഫും മുകളിലോട്ട് തന്നെയാണ്. പക്ഷേ
ജനഹിതം സ്ഥായിയല്ല, ജനവിധിയും മാറി മറിഞ്ഞുകൊണ്ടിരിക്കും. തെരഞ്ഞെടുപ്പിനെ സ്വാധീനിക്കുന്ന ഘടകങ്ങളും രാഷ്ട്രീയ പാർട്ടികൾ വരയ്ക്കുന്ന വൃത്തത്തിന് അകത്ത് തന്നെ വരണം എന്ന് ശഠിക്കാനും ആവില്ല. ജനം ഡിബേറ്റ് ഇവിടെ പൂർണ്ണമാകുന്നു. ചർച്ചയിൽ പങ്കെടുത്ത എല്ലാ അതിഥികൾക്കും നന്ദി, ഒപ്പം പ്രേക്ഷകർക്കും.